എന്നെപ്പറ്റി പഴയതെന്നും ഈ എന്നെ അവഹേളിക്കുന്നവര് പറയുന്ന കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ എന്നെ പോലുള്ള ഒരുപാട് രോഗികളുണ്ട് ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നത്. അത് ആ വിഷമം വരുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവളെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കും. അതുപോലെ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടി, ഋതപ്പിന് വേണ്ടി അവൾ തിരിച്ചു വരണം. പ്രാർത്ഥിക്കുന്നതും അവളെ സ്നേഹിക്കുന്നതും അവളെ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവൾ തിരിച്ചു വരണം. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും സത്യാവസ്ഥ എല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ റീച്ചിന് വേണ്ടി അവളെ ദ്രോഹിക്കാതിരിക്കും. അവൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. അവളെ നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്. അവളുടെ കുഞ്ഞിനെ, അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഇനിയെങ്കിലും ഇവളെ ക്രൂശിക്കുന്ന വീഡിയോസ് ഒന്നും ഇടാതിരിക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രേണുസുധിയുടെ ഒരു പുതിയ വീഡിയോ അവരെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ രേണുവിന്റെ സഹോദരിയും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം രേണുവിന്റെ രണ്ടാമത്തെ കീമോ ആയിരുന്നു. രണ്ടാമത്തെ കീമോയ്ക്ക് ശേഷം ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ രേണു ICUയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു എന്നൊക്കെ അവര് ആ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് രേണു വന്നിട്ട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും എന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ആരും എന്നെ ദ്രോഹിക്കരുത്. ഇപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്യാൻസർ രോഗമാണ്. അതിന്റെ ഒരു എന്താ പറയാ, ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുമുണ്ട്. അപ്പോ അതിൽ രേണു പറയുന്നുണ്ട്, ആരും ഇനിയെങ്കിലും എന്നെ ദ്രോഹിക്കരുത്, എന്നെ പോലെയുള്ള ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് എന്നൊക്കെ പറഞ്ഞ രേണുവിന്റെ ആ ഒരു കോലം തന്നെ മാറിപ്പോയി അല്ലെ. മുടി മൊത്തത്തിൽ പോയി. ആ ഒരു പഴയ രേണുവേ അല്ല, അവരുടെ മുഖവും മൊത്തത്തില് വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം തന്നെ വന്നു. ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് പറയുന്നു, എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു അസുഖമൊക്കെ മാറി അവർ തീർച്ചയായിട്ടും പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. രേണുവിന്റെ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അവർ കഴിഞ്ഞ ദിവസം ഇതിനു മുന്നേ ഉള്ള അവരുടെ ഒരു വീഡിയോയിൽ അവരൊരു ബില്ല് കൊണ്ടുവന്നിരുന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു 2 ലക്ഷം രൂപയുടെ മരുന്നിന്റെ കാര്യം അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സ് ആ ഒരു പ്രശ്നം ബില്ലെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബില്ല് കള്ളത്തരമാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയില്ല, ആ ഒരു ബില്ലിൽ കണ്ടിട്ട് എനിക്കത് കണ്ടിട്ട് അതൊരു ഫേക്ക് ആണെന്നോ ഒന്നും തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു അതിശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ലക്ഷം രൂപ ഒരു മരുന്നിന്, അതും ഓരോ കീമോ ചെയ്യുമ്പോഴും ഈ മരുന്ന് വേണം. അപ്പോ 6 കീമോ മൊത്തത്തിലുണ്ട്. അതിലിപ്പോ രണ്ടാമത്തെ കീമോയാണ് ഇപ്പോ രേണുവിന് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു ഞെട്ടലുണ്ടായിരുന്നു. ഈ 2 ലക്ഷം രൂപയുടെ മരുന്നോ എന്നുള്ളൊരു ഞെട്ടലുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പല യൂട്യൂബേഴ്സും നേരിട്ട് പോയിട്ട് ആ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അതിന്റെ സത്യാവസ്ഥ തിരക്കി. അവർ കാണിച്ച ബില്ലും കാര്യങ്ങളൊക്കെ സത്യസന്ധമാണെന്നുള്ളത് തെളിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ രേണുവിന്റെ ചേച്ചി ഇപ്പൊ വന്നിരുന്നിട്ട് പറയുന്നത്, ഇനിയെങ്കിലും അവളെ വെറുതെ വിടണം, ഈ റീച്ചിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് രേണുവിന്റെ ചേച്ചി വന്നിരുന്നിട്ട് പറയുകയാണ്. സ്വാഭാവികമാണ് അല്ലെ, കാരണം അനിയത്തിക്ക് ഇത്രയും വലിയൊരു രോഗം, അതില് എത്രയും പെട്ടെന്ന് അവർ ആ ഒരു രോഗം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ ഒരു രോഗം വന്നു, അപ്പൊ ഒരു കുടുംബത്തിനെ മൊത്തത്തിൽ അത് ബാധിക്കും, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇതിൽ രേണുവിന്റെ സഹോദരി പറയുന്നത്, അവൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു വേട് കേട്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിപ്പോയി. കാരണം രേണു തന്നെ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ വന്നിരുന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ, എന്നെ ഇഷ്ടപ്പെടുന്നവരും അല്ലെ എന്നെ വെറുക്കുന്നവരും എല്ലാം എനിക്ക് വേണ്ടി ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കണം, കാരണം എനിക്ക് ഈ ഒരു അസുഖമാണ്, എനിക്ക് ഈ ഒരു അസുഖം മാറാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് രേണു പറഞ്ഞത്. പക്ഷെ രേണുവിന്റെ സഹോദരി ഇപ്പൊ വന്നിട്ട് പറയാ, നിങ്ങൾ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, അവളെ ദ്രോഹിക്കരുത്, അല്ല അവളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിന്റെ സഹോദരിയുടെ ഒരുപക്ഷെ അവരും സഹി കെട്ടത് കൊണ്ടായിരിക്കാം. കാരണം അവരെന്ത് ചെയ്താലും അതൊക്കെ ആൾക്കാർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകള്, ഈ കമന്റ് ഇടുന്നവരെയും അല്ലെ ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നവരെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനു മുന്നേ രേണുവിന്റെ പ്രവൃത്തികൾ അതുപോലെ ആയിരുന്നു എന്ന് കരുതിയിട്ട് ഇപ്പൊ വീണ് കിടക്കുന്ന ഒരാളെ വീണ്ടും ചവിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പാടായിട്ട് എനിക്കും തോന്നില്ല. കാരണം ഇപ്പൊ പല യൂട്യൂബേഴ്സും ഇവർ ഈ ഒരു അവസ്ഥയിലായിട്ട് പോലും ഇവരുടെ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്, പല യൂട്യൂബേഴ്സും. സത്യസന്ധമായിട്ട് പറയാലോ, രേണുവിനെ പല കാര്യങ്ങളിലും വിമർശിച്ചിട്ടുണ്ട്. രേണുവിന്റെ ഇതിനു മുന്നേയുള്ള പല പ്രവൃത്തികളും നമുക്ക് ആർക്കും ഇഷ്ടമുള്ളതൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവരുടെ അവസ്ഥ വളരെ മോശമാണ്. ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാവുന്നതേ ഉള്ളൂ. ആരും അഹങ്കരിക്കാതിരിക്കുക അല്ലെ. ഇപ്പൊ രേണു എങ്ങനെ നടന്ന ഒരാളാ, സോഷ്യൽ മീഡിയയിൽ
കത്തി കയറിക്കൊണ്ടിരുന്ന ഒരു താരമായിരുന്നു. ആ ഒരു താരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. ഇന്ന് രേണുവിനാണെങ്കിൽ നാളെ ഒരുപക്ഷെ നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ അവരെ ദ്രോഹിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താന്ന് പറഞ്ഞാലും ഈ ഒരു അവസ്ഥയിൽ അവരുടെ അസുഖം മാറി അവർ തിരിച്ചു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആ കുഞ്ഞിനെ ഓർത്തിട്ട്, ആ ഒരു ഋതപ്പൻ അവന്റെ അമ്മയെ എത്ര വയസ്സുണ്ട്? 6-7 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് അതിന്റെ അമ്മ വേണം. കാരണം അച്ഛനോ ഇല്ല, അച്ഛൻ മരണപ്പെട്ടു പോയി. പിന്നെ ആകെയുള്ളത് അമ്മയാണ്. ആ അമ്മയും ഇങ്ങനെ ഒരു രോഗം ദൈവം വിധിച്ചതാണ്. ആ ഒരു രോഗം വന്നുപോയി. ഇനിയിപ്പോ ആ ഒരു രോഗം എല്ലാം മാറി അവര് തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്? എന്നെ സ്നേഹിച്ച് എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അല്ലെ എന്നെ സ്നേഹിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. പേര് പറയാത്തവരും പേര് പറഞ്ഞവരും ഒരുപാട് പേര് ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ത് നല്ലത് കൊടുക്കണം? എന്നിൽ നിന്ന് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ പിന്നെ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിന് കുറച്ച് ധൈര്യം കിട്ടി. ഒരു കാര്യത്തിലേ ഉള്ളൂ വിഷമം, ഋതപ്പന്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. പക്ഷെ അവന് എന്നെക്കാളും മനസ്സിന് ഭയങ്കര കട്ടിയുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ആണേലും അവൻ പറഞ്ഞ ഹോസ്പിറ്റലിലെ വെളിയിൽ വന്ന എന്നെ കാണാനൊന്നും പറ്റത്തില്ലെന്ന് അവനറിയാം. ഐസിയുയിൽ വന്നാലും, ഐസിയുടെ വെളിയിൽ വന്നാലും എന്നെ കാണാൻ പറ്റത്തില്ല. അവൻ അത്ര അറിവുള്ള കുട്ടിയാണ്. അപ്പൊ വീട്ടുകാർ വരുമെന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ വന്നാലും അമ്മയെ കാണാൻ പറ്റത്തില്ല. അവനറിയാം, അത്ര അറിവുള്ളൊരു കൊച്ചാണ്. അത് എന്തായാലും ദൈവം അവന് അത്ര അറിവ് കൊടുത്തില്ല. പിന്നെ എനിക്ക് വളരെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അവൻ ആരുമില്ല എന്നൊരു ചിന്ത ഒരിക്കലും വിഷമിക്കേണ്ട വന്നിട്ടില്ല. കാരണം എന്റെ ചേച്ചിയുടെ മക്കളാണേലും അവനെ സ്വന്തം സഹോദരനെ പോലെയാണ് നോക്കുന്നതും. 3 പേരും അവരൊരുപോലെയാണ് വളരുന്നത്. എനിക്ക് ഒരു വിഷമം ഇങ്ങനെ ഉള്ളിൽ കിടന്നു, അവന് എനിക്ക് എന്തെങ്കിലും പറ്റി അവൻ ആരുമില്ലല്ലോ എന്ന്. പക്ഷെ ആ ഒരു വിഷമത്തിൽ നിന്ന് എനിക്കത് ഞാൻ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞ സത്യമാണ്. ആ 2 പിള്ളേരും, എന്റെ ചേച്ചിയുടെ മക്കൾ, എന്റെ 2 മക്കളും അവനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. സ്വന്തം സഹോദരങ്ങൾ എങ്ങനെയാണോ ഒരു അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ പിറന്ന് ആ പിള്ളേർ എങ്ങനെയാണോ കാണുന്നത്, അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും അവനെ പൊന്നുപോലെ നോക്കുന്ന പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെന്റെ വരുമാന മാർഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്ന വിവാദം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നോടൊന്നും ആരും പറഞ്ഞില്ല. ഒരുപാട് പൈസ ആവശ്യമാണ് ഇനി എനിക്ക് തിരിച്ചു വരണമെങ്കിൽ. അപ്പൊ എനിക്കിത് കൂടിയേ പറ്റത്തുള്ളൂ. എന്റെ യൂട്യൂബ് ചാനൽ വരുമാനം അല്ലാതെ എനിക്ക് വേറെ മാർഗം എനിക്കില്ല. രേണു പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലോട് ഒരു എതിർപ്പ് തോന്നി. കാരണം വേറൊന്നുമല്ല, ഇവിടെ രേണു പറയുന്നുണ്ട് എനിക്ക് സങ്കടം എന്റെ ഋതപ്പനെ ഓർത്തിട്ടായിരുന്നു. കാരണം എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവന്റെ കാര്യം. പിന്നെ പറഞ്ഞു എന്റെ സഹോദരിയുടെ മക്കള് അവനെ പൊന്നുപോലെയാണ്, അവരുടെ സഹോദരനെ പോലെയാണ് അവര് നോക്കുന്നതും. ഒരു അമ്മയുടെ വയറ്റിൽ പിറന്ന ആ ഒരു സ്നേഹമാണെന്നൊക്കെ രേണു പറയുന്നുണ്ട്. ഇവിടെ രേണു പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കിച്ചു എത്രയൊക്കെ രേണു എങ്ങനെയൊക്കെ അവരെ പിരിക്കാൻ നോക്കിയാലും അവര് ഒരച്ഛന്റെ മക്കളാണല്ലേ. എത്രയൊക്കെ അവരെ പിരിക്കാൻ നോക്കിയാലും ആ ഒരു രക്തബന്ധം അത് എന്നും അടുത്ത് തന്നെ ഇരിക്കും. പിന്നെ രേണു ഈ ഒരു അവസ്ഥയിലും അതിനിടയ്ക്ക് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കാതിരിക്കുക. ഇപ്പൊ മെയിനായിട്ട് ചെയ്യേണ്ട എന്തോ ഈ അസുഖത്തിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ മനസ്സുകൊണ്ടാണെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ ഈ ഒരു സമയത്ത് കിച്ചു ആരുമല്ല, ഋതപ്പന്റെ ആരുമല്ല എന്നുള്ള രീതിയിലാണ് രേണു ഇതിൽ പറഞ്ഞു വെക്കുന്നത്. കഷ്ടം തന്നെ. ഈ ഒരു അവസ്ഥയിലെങ്കിലും ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക. സത്യസന്ധമായി പറയുകയാണ്, നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി പ്രാർത്ഥനകളും ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, ധൈര്യത്തോടു കൂടി പോവുക. കാരണം തീർച്ചയായും തിരിച്ചു വരാൻ കഴിയും. പക്ഷെ അതിനിടയ്ക്ക് ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതായത് കിച്ചു ആരുമല്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കിച്ചുവിന്റെ കൈ കുഞ്ഞിനെ കൊടുക്കരുത് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി രേണുവിനുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്.